ഞാനങ്ങ് ഒരുപാടങ്ങ് പേടിച്ചുപോയി എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞ് തമാശ പറഞ്ഞ് ഇതിനെ ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറേ കാലത്ത് കുറേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറ്റും. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിന് തെളിവാണ് ഈ കാര്യം ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ ആയുധമാക്കേണ്ട കാര്യമില്ല. ശബരിമല നടന്നതിന് തുല്യമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ശബരിമലയിൽ നടന്ന പോലുള്ള ഒരു കൊള്ള തന്നെയാണ് ഈ പുനർജനി സംഭവത്തിനും നടന്നിട്ടുള്ളത്. 19 കോടി രൂപയുടെ ആക്ഷേപമാണ് ഇവിടെ വന്നിട്ടുള്ളത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അതേപോലുള്ള ഒരു സ്ഥാനം പ്രോട്ടോക്കോൾ പ്രകാരം ഉള്ളതാണല്ലോ. ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുമ്പോൾ അതെങ്കിലും കാര്യമില്ലാതെയും അല്ലെങ്കിൽ ബോധപൂർവ്വം രാഷ്ട്രീയം വെച്ചുകൊണ്ട് വിജിലൻസിൻ്റെ ഒരു സംസ്ഥാന ഉദ്യോഗസ്ഥന്മാർ എഴുതി എന്തെങ്കിലും കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ കൊടുക്കണം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ എന്തിനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. തെറ്റായി ഒരു ബോധപൂർവ്വം സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെങ്കിലും റിപ്പോർട്ട് എഴുതി കൊടുത്ത ആളിന് വെറുതെ പോകാൻ വേണ്ടി പറ്റുമോ? അയാൾ മറുപടി പറയേണ്ടതല്ലേ? അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താ? ഇത് രാജ്യം കടന്നുള്ള സംഭവമായതുകൊണ്ട് ഇത് CBI കൊണ്ട് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം. അതിൽ ബന്ധപ്പെട്ടവർ ഭയപ്പെടേണ്ട കാര്യം എന്താ? സമയം താമസിച്ചു എന്നുള്ള നിലയിൽ കാര്യങ്ങൾ എടുക്കട്ടെ. അവിടെ എത്രയോ വർഷക്കാലം കഴിഞ്ഞ ശേഷമാണ് ചില കേസുകളെ സംബന്ധിച്ചിടത്തോളം തീരുമാനം ഉണ്ടാവുന്നത്. എന്തായാലും 19 കോടി രൂപ ആ രൂപ ചെലവഴിച്ചതിനെ സംബന്ധിച്ചിടത്തോളം കണക്ക്, അതുപോലെ തന്നെ വിദേശത്തു നിന്ന് ആ പൈസ വാങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഞാനങ്ങ് ഒരുപാടങ്ങ് പേടിച്ചുപോയി എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞ് തമാശ പറഞ്ഞ് ഇതിനെ ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറേ കാലത്ത് കുറേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറ്റും. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിന് തെളിവാണ് ഈ കാര്യം ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ടും ആശയം ഉന്നയിക്കുക, കളിയാക്കുക, ഇതൊക്കെയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അന്വേഷണം നടക്കട്ടെ. അങ്ങനെ ഒരു ബോധപൂർവമൊന്നും അങ്ങനെയൊന്നും ഒരു പ്രതിപക്ഷ നേതാവിനെതിരായിട്ടൊന്നും ബോധപൂർവം അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കുറ്റകൃത്യമൊന്നും ചുമത്തുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കുക. പക്ഷേ ഒരു കാര്യം, നമ്മുടെ ഈ കലോത്സവത്തിന് സാധാരണ ഫ്ലെക്സൊക്കെ വെക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ കാരണം കൊണ്ടാണ് ഒഴിവാക്കിയത്. അല്ല, പ്രതിപക്ഷ നേതാവ് അവസാനത്തെ ചടങ്ങിലാണ്. അല്ല, ഈ ഫ്ലെക്സുകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയില്ല, ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ സമാപന 18-ാം തീയതി നടക്കുന്ന ചടങ്ങിലാണ് പ്രതിപക്ഷ നേതാവ്. ഉദ്ഘാടന സമ്മേളനം മുഖ്യമന്ത്രി. അങ്ങനെയാണ്. നഗരത്തിൽ വെച്ചിട്ടുള്ള ഫ്ലെക്സുകളിൽ നിന്ന് അല്ല, ഫ്ലെക്സ് എന്ന് വെച്ചാൽ 2 തരം ഫ്ലെക്സ് ഉണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിനുള്ളതും സമാന സമ്മേളനത്തിലുള്ള ഫ്ലെക്സുകൾ അദ്ദേഹത്തിൻ്റെ പടവും ഫോട്ടോ ഒക്കെ ഉണ്ടാവും. അത് ആയപ്പോൾ ഒരു ആക്ഷേപമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അയാളെ ശിക്ഷിക്കപ്പെട്ടില്ലല്ലോ. നിങ്ങളേതാണ്ട് അവരെ ശിക്ഷിക്കപ്പെട്ടെന്നുള്ള മട്ടിലല്ലേ പറയുന്നത്.